രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റേത് മാത്രമല്ല, നിലവിൽ കേരളത്തിലുള്ള യുവ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അതിലെ ഏറ്റവും കരുത്തനായ തീപ്പൊരി നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടികൾക്ക് അത്ര മൂർച്ച പോരാ. ആ മൂർച്ചയില്ലായ്മ തന്നെയാണ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാഴ്ത്തിയത്. പ്രത്യേകിച്ച് യുവതികളുടെ നിരന്തരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കാതെ പോയി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായ ഒരു നടപടി എന്ന നിലയിൽ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ അതുകൊണ്ടും അവസാനിച്ചില്ല. അതിനുശേഷവും വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. അങ്ങനെ സഹികെട്ട് ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതേസമയം ഈ സസ്പെൻഷന് അപ്പുറത്തേക്ക് രാഹുൽ MLA സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്ന സാഹചര്യം ആണുള്ളത്. പാർട്ടിക്ക് മുന്നിലോ അല്ലെങ്കിൽ പോലീസിലോ ഇതുവരെയും പരാതിയൊന്നും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന നിലപാടിലേക്ക് KPCC പോയിട്ടുള്ളത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് AICC നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ AICC കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അതേസമയം MLA ആയി തുടരുക, അത് സംബന്ധിച്ച വളരെ കൃത്യമായ മറുപടി ആണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നത്. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചത്. പാലക്കാട്ടെ സാഹചര്യം ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വിമർശനം ആരംഭിച്ചപ്പോൾ മുതൽ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം എന്നത് നമുക്കറിയാം. പക്ഷേ ആ പ്രതിരോധ കോട്ട തീർക്കുമ്പോഴും രാഹുലിനെതിരായ ആരോപണങ്ങൾ അതിശക്തമായി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ നടപടികളിലേക്ക് പോവാതിരിക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാകുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടികളിലേക്ക് പാർട്ടി കടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ MLA എന്ന നിലയിൽ കോൺഗ്രസ് പാളയത്തിൽ ആയിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരിപ്പിടം എന്നത്. അതുകൂടിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമ്പോഴും പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി അല്പമെങ്കിലും സംസാരിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു K മുരളീധരൻ. പക്ഷേ K മുരളീധരനും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഏതാണ്ട് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ രാഹുലിനെ കൈവിട്ട പശ്ചാത്തലം ആണ് ഉള്ളത്. അപ്പോൾ K മുരളീധരൻ പറയുന്നത്, ഇനിയും പരാതികൾ ഉയരുകയാണ് എങ്കിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ വരികയോ ആ പരാതികൾ ഒഫീഷ്യലായി തന്നെ പാർട്ടിക്ക് ലഭിക്കുകയോ ചെയ്താൽ കടുത്ത നിലപാടിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. നിലവിലെ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും. മൂന്നാം ഘട്ട നടപടി സ്വാഭാവികമായിട്ടും പാർട്ടി ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും
അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷൻ അല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചത്. പിന്നെ ഈ വന്ന ഓഡിയോൻ്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നത് എൻ്റെ സൂചനയാണ്. തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അത് കേസുകാരൻ്റെ ഒരാളല്ല. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എൻ്റെ തീരുമാനം. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് അവകാശമില്ലേ? ഇത് പറഞ്ഞോട്ടെ. ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുലിനെ പോലെ തന്നെ പ്രതിരോധത്തിലായ മറ്റൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. കാരണം നമുക്കറിയാം പാലക്കാട്ടെ MLA ആയിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി തന്നെയാണ്, അല്ലെങ്കിൽ ഷാഫി അടങ്ങുന്ന സംഘമാണ് പാലക്കാട്ടേക്ക് രാഹുലിനെ എത്തിച്ചത് അടൂരിൽ നിന്ന്. ആ ഘട്ടത്തിലടക്കം ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമോ എന്ന ചോദ്യമൊക്കെ പാർട്ടിക്കകത്തും ഉയർന്നു വന്നതാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും അങ്ങനെ വിജയിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അതേ രാഹുലിന് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാനും ഷാഫിക്ക് ബാധ്യതയില്ലേ എന്ന ചോദ്യമുയർന്നു. അതുമാത്രവുമല്ല, ഇടത് കേന്ദ്രങ്ങളടക്കം ഇപ്പോൾ ഷാഫി പറമ്പിലിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഷാഫി പറമ്പിലിന് കൂടി എതിരെയുള്ള വിമർശനങ്ങളും പ്രകടനങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ സംരക്ഷണം നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് KPCC അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതായത് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നാണ്. ഒപ്പം പാലക്കാട്ട് നിന്ന് തന്നെയുള്ള MP രാജേഷ് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന മുനവെച്ച വാക്കുകൂടിയുണ്ട് ഷാഫിയുടെ പ്രതികരണത്തിൽ. പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ജനങ്ങളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അതെല്ലാവർക്കും ബാധകമാണ്. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. പാർട്ടിയുടെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് യുവ നേതാക്കളിൽ മറ്റൊരാളായ T സിദ്ദിഖ് പറയുന്നത്. ഇത്രയും ചെറിയ സമയത്തിനകം ഒരു കമ്മിറ്റിയെ പോലും വെക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത്. ഈ സസ്പെൻഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് തെല്ലും പിന്നോട്ടില്ല BJPയും അതോടൊപ്പം തന്നെ CPIM-ഉം. ഇന്നും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം പുറത്തു വരുന്നത് ആ പാർട്ടിക്കുള്ളിൽ വലിയ ജീർണതയാണ് സംഭവിക്കുന്നത്. ആ ജീർണത എന്ത് എന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയാം.
അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു നേതാവിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉയരുമ്പോഴും MLA സ്ഥാനം രാജിവെപ്പിക്കാത്തത്. പാർട്ടിക്കകത്ത് തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ന വിമർശനം കൂടിയാണ് ഉന്നയിക്കുന്നത് MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനി ഒട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ജീർണമായിരിക്കുകയാണ്. കാരണം ഭയാണ്. ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുറത്തു വരും. അത് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതെല്ലാം അറിയാം. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ. യെസ്, ഈ നിലപാടാണ് തുടക്കം മുതൽ CPIM സ്വീകരിച്ചു വരുന്നത്. അതായത് രാഹുലിന്റെ രാജി, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി. ഇതേ ആവശ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ആ ഷാഫിയുടെ പ്രതികരണത്തിൽ MB രാജേഷിനെ കുറിച്ച് കൂടി പറയുന്നുണ്ടായിരുന്നു. MB രാജേഷ് പ്രതികരിക്കുമ്പോൾ ഒരു സ്വയം വിമർശനം അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ നടത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഷാഫി പറഞ്ഞത്. അതായത് MB രാജേഷ് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അതായത് ഏതെങ്കിലും തരത്തിൽ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താത്ത നിലപാടിന് കാരണം ഒരു തരം ഒത്തുതീർപ്പാണ് എന്നുള്ളതായിരുന്നു. ഇതിനെയാണ് ഷാഫിയും ചോദ്യം ചെയ്യുന്നത്. അതായത് CPIMലെയും പല നേതാക്കൾ അല്ലെങ്കിൽ CPIMന്റെ ഭാഗമായിട്ടുള്ള പല നേതാക്കൾക്ക് എതിരെയും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഈ MLA സ്ഥാനമോ പദവികളോ രാജിവെക്കേണ്ടതായി വന്നിട്ടില്ല. അപ്പോൾ അതും ഒത്തുതീർപ്പായിരുന്നോ എന്നൊരു ചോദ്യമാണ് ഷാഫി ചോദിച്ചത്. ആ ചോദ്യത്തിലേക്ക് ഷാഫിയെ നയിച്ച പ്രതികരണം എന്തായിരുന്നു അത് നമുക്ക് നോക്കാം. കോൺഗ്രസിന്റെ തീരുമാനം ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തുകളി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. യെസ്, പേരിന് ഒരു നടപടി മാത്രമാണ് എടുത്തത് എന്നുള്ളതാണ് MB രാജേഷിന്റെ പ്രതികരണമെങ്കിൽ മന്ത്രി P രാജീവ് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും കോൺഗ്രസിന് തന്നെ എന്നുള്ളതാണ്. പരാതി അറിഞ്ഞിട്ടും തുടക്കത്തിലെ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്ന ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വനിതാ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് വനിതാ നേതാക്കൾ വലിയ അമർഷവും എതിർപ്പുമൊക്കെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും ഇത് ഈ പാർട്ടിക്കകത്തെ ജീർണാവസ്ഥയാണ് പുറത്തു കാണിക്കുന്നത് എന്നുമാണ് മന്ത്രി P രാജീവ് പറഞ്ഞത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടാണ് ആ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരായ വനിതകളെ അതേ പാർട്ടിയിലെ തന്നെ ആളുകൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചേർത്ത് പിടിച്ച് ഇതിനെല്ലാം സംരക്ഷിച്ച ആളുകൾ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു ജീർണമായ അവസ്ഥയെ പ്രകടിപ്പിക്കുന്നതാണ്. അത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഇപ്പോൾ ഏത് നടപടിയിലേക്ക് വന്നാലും യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ട നേതൃത്വമാണ്. ഇത്രയും ഗൗരവമായ പരാതികൾ പലതരത്തിലും നിന്ന് ലഭിക്കുകയും അവർക്കെല്ലാം അതിനകത്ത് അറിയാവുകയും ചെയ്തിട്ടും കുറെ കൂടി ഇരകളെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവസരങ്ങൾ നൽകിയവരാണ് സമൂഹത്തോട് മറുപടി പറയേണ്ടത്. വാർത്തകൾ കാണുന്ന പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ അത് ചിലപ്പോഴൊക്കെ ട്രോളാണ് അല്ലെങ്കിൽ തഗ്ഗാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പല വിഷയങ്ങളിലും V ശിവൻകുട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ വിഷയം വന്നതിന് ശേഷവും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികളുടെ
ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട, അതായത് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയുടെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിന് ശിവൻകുട്ടി നൽകിയ മറുപടി എന്നത് ഈ കുട്ടികളൊക്കെ TV കാണുന്നതല്ലേ എന്ന കൗതുകകരമായ പ്രതികരണമായിരുന്നു. ഇന്നും കടുപ്പിച്ച് പറയുന്നുണ്ട് ശിവൻകുട്ടി. അദ്ദേഹം പറയുന്നത് ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തെയാണ് പാർട്ടി സംരക്ഷിക്കുന്നത് എന്ന വിമർശനമാണ് ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുകളാണ്. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരെപ്പറ്റി പറഞ്ഞത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ പഠിച്ചു നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും. അതായത് പാർട്ടി ഒന്നടങ്കം ഈ ജീർണാവസ്ഥയിലെന്നും പാർട്ടിയിലെ പല ആളുകൾക്കും ഇത്തരം സ്ത്രീ വിഷയങ്ങളിൽ പങ്കുണ്ട് എന്നുമാണ് CPIM പറയാതെ പറയുന്നത്. അതായത് പാർട്ടിക്കകത്തെ പല വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്കൊക്കെ പോകാതെ രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. എങ്കിൽ അതിന് സമാനമായ പ്രതികരണം തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അതായത് പാർട്ടിക്കകത്തെ മുതിർന്ന നേതാക്കളുടെ ഇത്തരം ഇടപെടലുകളെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടികളിലേക്കൊന്നും പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് BJPയും പറയുന്നത്. C. കൃഷ്ണകുമാറാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ KPCCയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. 2, ഉപതെരഞ്ഞെടുപ്പ് പേടി. 2 പേടിയാണ് ഇന്ന് കോൺഗ്രസിനെ ബാധിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് പേടി. ഈ വിവാദം വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ചെറിയ പ്രതിരോധം മാത്രമായിരുന്നു. അത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദം പുറത്തുവിടുകയുണ്ടായി. ഞങ്ങളുടെ, അതായത് ന്യൂസ് 18ന്റെ റിപ്പോർട്ടർ ഡാൻ കുര്യനുമായി നടത്തിയ സംഭാഷണമായിരുന്നു അത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഡാൻ കുര്യൻ ഇത്തരമൊരു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന അരുണിമയെ ബന്ധപ്പെടുന്നത്. അരുണിമയോട് ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അരുണിമയാണ് ആ കോൺഫറൻസ് കോളിലേക്ക് അവന്തികയെ എത്തിക്കുന്നത്. അങ്ങനെ അവന്തികയുമായി ആശയവിനിമയം നടത്തുന്നു. അവന്തിക ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കമന്റുകളൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമെന്ന് അവന്തിക പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇതെങ്ങനെ പുറത്തുപോയി എന്ന ഒരു ഞെട്ടലും ആദിയും ഒക്കെ ആ ഘട്ടത്തിൽ ഉണ്ടാകാം. അത് തന്നെയായിരിക്കാം അവന്തിക ആവർത്തിച്ച് ഡാനിനോട് ചോദിച്ചത്, ഇത് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത് എന്നുള്ളത്. ഇതോടൊപ്പം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെച്ച ഒന്നുണ്ട്. അതായത് തനിക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്, അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന്. ആ ഗൂഢാലോചനയിൽ BJPക്ക് കൂടി പങ്കുണ്ട് എന്ന മട്ടിലാണ് മുൻ BJP നേതാവ് കൂടിയായ സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചത്. അദ്ദേഹം ആ സംശയം പ്രകടിപ്പിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട പേര് എന്നത് പ്രശാന്ത് ശിവന്റേതാണ്. പ്രശാന്ത് ശിവൻ പറയുന്നത് അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ, നിയമപരമായി മുന്നോട്ട് പോകൂ എന്നാണ്. അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല. എന്തേലും എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലും ഒക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പൊ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും. അതുകൊണ്ട് എന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് പറയുന്നില്ല.